നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ന്യൂനപക്ഷങ്ങളെയും ഹിന്ദു ഭൂരിപക്ഷത്തെയും ഒപ്പം നിർത്താനുള്ള തീവ്രശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. സംഗമങ്ങളിലൂടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് UDF തീരുമാനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP കൊട്ടാരക്കരയിൽ 24നോട് പറഞ്ഞു. ശബരിമലയുടെ വികസനം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള സംഗമത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് UDF സംസ്ഥാന നേതൃത്വമാണ്. ഇപ്പോൾ UDF എടുത്തിരിക്കുന്ന തീരുമാനം അതിൽ പങ്കെടുക്കേണ്ടതാണ്. UDFൻ്റെ നിലപാട്, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട UDFൻ്റെ നിലപാട് ജനങ്ങളോട് വിശദീകരിക്കാൻ, വിശ്വാസികളോട് വിശദീകരിക്കാൻ UDF സംസ്ഥാന തലത്തിൽ വളരെ പ്രചരണം നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുയോഗങ്ങൾ നടത്തി UDFൻ്റെ നിലപാട് വിശദീകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് വേണമെങ്കിൽ നോക്കിക്കാണാവുന്ന ഒരു കാര്യം, ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി പ്രവർത്തിച്ചിരുന്നത് എന്നായിരുന്നു. മാത്രമല്ല, മതവും ഒന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, അത് തമ്മിൽ നല്ല ഒരു അകലം വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ കാർൽ മാർക്സ് ഒക്കെ തന്നെ പറഞ്ഞ റിലീജിയൻ ഈസ് ദ ഓപ്പിയം എന്നാണ് പറഞ്ഞത്. കാരണം അത് ഒരു മയക്കുമരുന്നിൻ്റെ സ്വഭാവമാണ്, മയക്കുമരുന്നിൽ അടിപ്പെട്ട് കിടക്കുന്ന പോലെയാണ് മതം. അപ്പോൾ അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്താവന കൂടിയാണത്. മാർക്സ് ഉദ്ദേശിച്ചത് ഈ താൽക്കാലിക നേട്ടം ഉണ്ടാകുമെന്നല്ലാതെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല റിലീജിയൻ, മതം എന്നാണ് പറയുന്നത്. താൽക്കാലിക സൊല്യൂഷൻ എന്ന് പറയുന്നത് തൊഴിലാളി വർഗ മോചനവും അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളാണ്. റിലീജിയൻ ഓപ്പിയം ആണ് എന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ സംഗമത്തിനൊക്കെ പശ്ചാത്തലം ഒരുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ നിയോഗമാകാം. കാരണം ഈ ജാതിയും മതവും ദൈവവും ഉപയോഗിച്ച് വോട്ടുപിടിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് മറ്റൊരു പ്രകരമായിട്ട് ഒരുപക്ഷെ CPM-ഉം ഇടതുപക്ഷവും ഇത് കാണുന്നുണ്ടാകും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഐസ്കേൻ, ഗുഡ് മോർണിംഗ്. ഈ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാർ വയ്ക്കുന്ന പ്രധാന 2 ചുവടുവയ്പ്പുകളാണ് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും. അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമെന്ന വിമർശനം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ന്യൂനപക്ഷ സംഘവുമായി സർക്കാരും രംഗത്ത് വരുന്നത്. രണ്ടിനുമെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അയ്യപ്പ സംഗമം സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് നടത്തുന്നത് എന്നതാണ് പ്രധാനമായും വിമർശനം ആയി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തുന്നതെങ്കിലും CPM-ന്റെ ലേബലിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് CPIM-ഉം സർക്കാരും പിന്നോട്ട് പോകുന്നുവെന്ന വിമർശനമാണ് അയ്യപ്പ സംഗമത്തിലൂടെ വിവിധ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സർക്കാർ എല്ലാവരെയും ഒപ്പം നിർത്തുന്നുവെന്നുള്ള ഒരു കാര്യം സർക്കാർ പറയുന്നത്. അതിനായി ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവിധ ന്യൂനപക്ഷ സമുദായ സംഘടനകളുമായി സർക്കാർ ആശയവിനിമയം നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലോ കോഴിക്കോടോ ആയിരിക്കും ന്യൂനപക്ഷ സംഗമത്തിന് വേദിയാകുന്നത്. പരമാവധി ന്യൂനപക്ഷ നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്നായിരിക്കും ഇത്തരത്തിൽ സംഗമം നടത്തുന്നത്. പ്രധാനമായും ന്യൂനപക്ഷ ക്ഷേമം, ഒപ്പം ന്യൂനപക്ഷം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളായിരിക്കും ഈ സംഗമത്തിൽ ചർച്ച നടത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം കക്ഷികളൊക്കെ തന്നെ എതിരാണെങ്കിൽ കൂടിയും ഈ സമുദായ സംഘടനകൾ ഒപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ആശ്വാസമാണ് സർക്കാരിനുള്ളത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം കൂടി നടത്തുന്നത്. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകളേ ഉള്ളൂ. ഒപ്പം അതിനു പിന്നാലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും. ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.